ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ബ്ലോക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദി 4 ലാംഗ്വേജ് സ്കിൽസ്? ഏതൊക്കെയാണ്? സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ്. വെൻ ആർ യോളജീസ് ഡെലിവേർഡ്? യോളജീസ് എന്താണ്? മരണാനന്തര ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ, ആ ഒരു സ്പീച്ചാണ്. അറ്റ് ഫ്യൂണറൽ ആൻഡ് മെമ്മോറിയൽ സെറിമണീസ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ? നമ്മൾ 3 രീതിക്കാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ഡെലിവറി ആൻഡ് അക്കോർഡിംഗ് ടു പർപ്പസ്, അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. അതിൽ അക്കോർഡിംഗ് ടു ഡെലിവറിയിൽ 4 എണ്ണം ഉണ്ട്, 4 ടൈപ്പ് ഓഫ് സ്പീച്ചസ് ഉണ്ട്. അക്കോർഡിംഗ് ടു പർപ്പസിൽ 4 ടൈപ്പ് ഓഫ് സ്പീച്ചസ് ഉണ്ട്. അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷനിൽ 8 ടൈപ്പ് സ്പീച്ചസ് ആണുള്ളത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, ടോസ്റ്റ്, റോസ്റ്റ്, അക്സെപ്റ്റൻസ്, കൊമമറേഷൻ, ഫെയർവെൽ, ഇയോളജി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 5 മാർക്കിനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്, നോക്കി വെക്കാം കേട്ടോ. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? അത് ക്വസ്റ്റ്യനിൽ തന്നെ പ്രൊവൈഡഡ് ആണ്. അവർ പ്രൊവൈഡ് ബോത്ത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എക്സ്പീരിയൻസസ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിഷ്വൽ ക്യൂസ് ആർ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്? വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ് ഏതിലാണ്? ഓഡിയോ ചാറ്റ്സിലാണ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ സ്പെല്ലിംഗ് ട്രാപ്സ്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുവർ എന്നുള്ളതൊക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വായിക്കുകയാണെങ്കിൽ, അത് എസ് വെച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ സുവർ എന്നല്ലേ വായിക്കുക. അതാണ് സിംപ്ലി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മേ ഒക്കെ ഓർ ഡ്യൂ ടു ഓവർ ഫോക്കസ് ഓഫ് ദി സ്പെല്ലിംഗ് ആസ് ഇറ്റ് മേ ലീഡ് ടു മിസ്പ്രൊനൗൺസിയേഷൻ. മിസ്പ്രൊനൗൺസിയേഷൻ എന്താണ്? തെറ്റായിട്ട് ഉച്ചരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. Then in the 7th one, what is meant by podcast? A program made available in digital format and that can be downloaded and listened to. Radio പോലത്തെ ഒരു പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്? പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. Then what are the 3 things that need to be taken care of while speaking a language? എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ. ഇനി what is meant by communication? What is meant by communication? എന്താണ്? It is passing information from one person to another. ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മൾ കോൺവെർസേഷൻ എന്താണ്? എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നതാണ് സിംപ്ലി കമ്മ്യൂണിക്കേഷൻ. ദെൻ വാട്ട് ഈസ് ദി റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് സൗണ്ട് കോൾഡ് റിതം? നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. മാൻ, വാൻ, പോട്ട്, ഹോട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്താണ്? ഒരു റിതം ഫോം ചെയ്യാണ്. ദെൻ വിച്ച് പങ്ക്ച്വേഷൻ ഇൻഡിക്കേറ്റ്സ് പൊസഷൻസ് ആൻഡ് കൺട്രാക്ഷൻസ്? പൊസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ, മായയുടെ, വീണയുടെ, വീണാസ്, മായാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ട് ടെസ്റ്റ് ഇല്ലേ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യണത് എന്താണ്? അപ്പോസ്ട്രോഫി. ദെൻ 12th വൺ, വാട്ട് ഈസ് ദി നെയിം ഗിവൺ ടു ദി ലോങ്ങർ ഡാഷ്? നമ്മൾ എം ഡാഷും ഉണ്ട് എൻ ഡാഷും ഉണ്ടെന്ന് പറഞ്ഞു. എം ഡാഷ് ആണ് ലോങ്ങർ ആയിട്ടുള്ളത്, എൻ ഡാഷ് ഷോർട്ടർ ആണ്. ദെൻ 13th വൺ, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് കൊളോക്കേഷൻ. കൊളോക്കേഷൻ ഏതൊരു എക്സാമ്പിൾ എഴുതാം? ആസ്ക് എ ഫേവർ, നമ്മൾ ഗോ ഇൻസൈൻ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ 14th വൺ, വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് ഡിക്ഷൻസ്? 2 ടൈപ്പ് ഡിക്ഷൻ ഉണ്ട്, ഫോർമൽ ഡിക്ഷൻ ആൻഡ് ഇൻഫോർമൽ ഡിക്ഷൻ. ഇനി വാട്ട് ഈസ് യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് ടു എംബലിഷ് ഓർ എൻഹാൻസ് ദി റൈറ്റിംഗ്? നമ്മൾ പറഞ്ഞതാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണോ? ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് സിംപ്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ ഒരു മാലാഖയാണ്, അവിടെ ഒരു സ്ഥാപിക്കുകയാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്ഥാപിക്കുകയാണ്. ശരിക്കും മാലാഖയാണോ? അല്ലല്ലോ. പക്ഷേ ആ ഒരു എംബലിഷ്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടേമാണ് അതെല്ലാം. മെറ്റഫർ, സിമിലിയൊക്കെ ഇതിൽ വരുന്നതാണ്, ഫിഗറേറ്റീവ് സ്പീച്ചിൽ, ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ വരുന്നതാണ് കേട്ടോ. ദ നെക്സ്റ്റ് വൺ 16, വാട്ട് ഈസ് എ വേർഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് കൺവെൻഷണൽ മീനിങ് കോൾഡ്? സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെഴുതണം? ഡിനോട്ടേറ്റീവ് മീനിങ് എഴുതണം. ഡിനോട്ടേറ്റീവ് മീനിങ് ഉണ്ട്, കൊണോട്ടേറ്റീവ് മീനിങ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദെൻ 17th വൺ, വാട്ട് കൈൻഡ് ഓഫ് വെബ്സൈറ്റ്സ് അലോ യു ടു ടാഗ് യുവർ ലിങ്ക്സ്? ലിങ്ക്സ് ടാഗ് ചെയ്യാൻ ഏത് വെബ്സൈറ്റ്സ് ആണ് അലോ ചെയ്യുന്നത്? ബുക്ക് മാർക്കിംഗ് സൈറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ദെൻ 18th വൺ, നെയിം ആൻ ഓൺലൈൻ ടൂൾ ദാറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എറർ ഫ്രീ സോഷ്യൽ മീഡിയ കണ്ടന്റ്. എറർ ഫ്രീ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കുന്ന കുറേ ആപ്സ് നമ്മൾ പഠിച്ചു, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറയണത്. ഏതെഴുതാം? ഗ്രാമർലി. ദെൻ 19th വൺ, വാട്ട് ഈസ് ദി ക്യാരക്ടർ ലിമിറ്റ് ഇൻ ട്വിറ്റർ? ട്വിറ്ററിലുള്ള ക്യാരക്ടർ ലിമിറ്റ് എത്രയാണ്? 280. ദെൻ മെൻഷൻ 1 ത്രെറ്റ് ഫേസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ത്രെറ്റ് ഏതാണ്? കുറേ നമ്മൾ പഠിക്കാനുണ്ട്. ഏതാണ്? സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ ഹാക്കിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.